അത് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി സെക്സ് ഉപയോഗിക്കാൻ തനിക്ക് മടിയില്ല. വിദ്യാബാലൻ ബോളിവുഡ് സിനിമാ രംഗത്ത് വളരെ പെട്ടെന്ന് തൻ്റെതായ ഒരു കരിയർ ഉണ്ടാക്കിയെടുത്ത നടിയാണ് വിദ്യാബാലൻ. പല താരങ്ങൾക്കും വെല്ലുവിളി നിറഞ്ഞ കഥാപാത്രങ്ങൾ വളരെ മികച്ച രീതിയിൽ അഭിനയിച്ചു ഫലിപ്പിച്ച ഒരു അഭിനേത്രി എന്ന് തന്നെ നടിയെ വിളിക്കേണ്ടിയിരിക്കുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു സിൽക്ക് സ്മിതയുടെ ജീവിതകഥ പറഞ്ഞ ഡർട്ടി പിക്ചർ എന്ന സിനിമ. ഈ ചിത്രത്തിലെ പ്രകടനത്തിന് താരത്തെ തേടിയെത്തിയത് ദേശീയ പുരസ്കാരമായിരുന്നു. പലരും വേണ്ടെന്ന് വെച്ച ആ കഥാപാത്രം വളരെ ധൈര്യത്തോടുകൂടി വിദ്യ ഏറ്റെടുക്കുകയും അഭിനയിച്ചു ഫലിപ്പിക്കുകയും ആയിരുന്നു ചെയ്തത്. ഇപ്പോൾ ആ സിനിമയെക്കുറിച്ച് മനസ്സു തുറക്കുകയാണ് വിദ്യാബാലൻ. പലരും തന്നോട് അന്ന് പറഞ്ഞത് താൻ ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുകയാണെങ്കിൽ തൻ്റെ കരിയർ തന്നെ പോകുമെന്നാണ്. ഈ സിനിമയായിരിക്കും ഒരുപക്ഷെ നിന്റെ അവസാന സിനിമ എന്നുവരെ പറഞ്ഞവർ നിരവധിയാണ്. ഒപ്പം തന്നെ ഈ സിനിമയിൽ എത്തിയ പല രംഗങ്ങളുടെ പേരിലും തന്നെ പലരും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു മുൻപും 11 വർഷം മുൻപ് ഒരു സിനിമയുടെ ട്രെയിലർ റിലീസായ സമയത്ത് താൻ അതിൽ ലൈംഗികത ഉപയോഗിച്ചുവെന്നും അത് പ്രകോപനപരമായ രീതിയിലായിരുന്നു എന്നും പറഞ്ഞവർ ഉണ്ടായിരുന്നു. പലപ്പോഴും നല്ല കഥകൾ ആളുകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് അത്തരത്തിൽ സെക്സ് ഉപയോഗിക്കാറുള്ളത്. ഇനിയും അത്തരത്തിൽ നല്ല ചിത്രങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി സെക്സ് ഉപയോഗിക്കാൻ തനിക്ക് മടിയില്ല. ഈ പറയുന്ന ആളുകൾ തന്നെയായിരിക്കും അത് പോയി കാണുകയും ചെയ്യുന്നത്, വിദ്യാബാലൻ അന്ന് പറഞ്ഞു. പലപ്പോഴും വിദ്യാബാലൻ്റെ നിലപാടുകൾ ശ്രദ്ധ നേടാറുണ്ട്. മലയാളത്തിൽ മോഹൻലാലിൻ്റെ നായികയായി എത്താനായിരുന്നു താരം ആദ്യം തീരുമാനിച്ചത്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ആ ചിത്രം നിന്നുപോവുകയാണ് ചെയ്തത്. ആ സമയത്ത് തന്നെ ഭാഗ്യം ഇല്ലാത്ത നടിയെന്ന ഒരു പട്ടം കൂടി അവർക്ക് ലഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് നടന്നത് ചരിത്രമായിരുന്നു എന്ന് പറയുന്നതാണ് സത്യം. മലയാളത്തിൽ നിന്നും ബോളിവുഡിലേക്ക് എത്തിയ അവർ വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ സ്ഥാനം ബോളിവുഡിൽ ഉറപ്പിക്കുകയായിരുന്നു ചെയ്തത്. 3 ദശാബ്ദകാലം നീണ്ടു എന്ന കരിയറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ ശക്തമായ കഥാപാത്രത്തെക്കുറിച്ച് മാത്രമാണ് അവർക്ക് സംസാരിക്കാനുള്ളത്. ഭാഗ്യമില്ലാത്ത നടിയെന്ന് മുദ്ര കുത്തിയവർ തന്നെ വിദ്യാബാലൻ എന്ന വലിയ ചരിത്രത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നു.